ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജനുവരി 27 തൊട്ടിട്ട് ജനുവരി 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം ഒട്ടും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കാനഡ? അതായത് കാനഡയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. കാനഡയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾ ആരായിരുന്നു? ദ റൈറ്റ് ആൻസർ ഈസ് ജസ്റ്റിൻ ട്രൂഡോ. ഓക്കെ, പക്ഷേ അദ്ദേഹം ജനുവരി 6 രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജനപ്രീതി കുത്തനെ ഇടിഞ്ഞതോടെയാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജനുവരി 6 രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം ഒഴിയുമെന്ന് പ്രഖ്യാപിച്ച ട്രൂഡോ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 53-കാരനായ ട്രൂഡോ 2013 മുതൽ ലിബറൽ പാർട്ടി മേധാവിയാണ്. 2013 മുതൽ 2015 നവംബറിലാണ് പ്രധാനമന്ത്രിയാവുന്നത്. അങ്ങനെ 2015 തൊട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയുമാര് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ്. അങ്ങനെ കാനഡയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ആര്? ജസ്റ്റിൻ ട്രൂഡോ. അടുത്ത ചോദ്യം ഇതാണ്, രണ്ടാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ബ്രിക്സ്? അതായത് എന്താണ്? ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്? ബി ഫോർ ബ്രസീൽ, ആർ ഫോർ റഷ്യ, ഐ ഫോർ ഇന്ത്യ, സി ഫോർ ചൈന, എസ് ഫോർ സൗത്ത് ആഫ്രിക്ക. അല്ലെ, അപ്പൊ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ് കേട്ടോ. അപ്പൊ സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗമായിട്ടുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ ചേർന്നുള്ള G7 കൂട്ടായ്മയ്ക്ക് ബദലായിട്ട് ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 രൂപീകരിച്ചതാണ് ബ്രിക്സ്. 2010 ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടുത്തിയ സംഘടനയിൽ ഈജിപ്ത്, ഇതോപ്യ, ഇറാൻ, UAE എന്നിവരും ഇപ്പോൾ അംഗങ്ങളാണ്. അപ്പൊ ഇന്തോനേഷ്യയും വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിലവിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഏത് രാജ്യമാണെന്നാണ് പറഞ്ഞത്? ബ്രസീലാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് AFI? AFI എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? AFI ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലെ, അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് AFI എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ബഹദൂർ സിംഗ് സാഗു. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനാണ് അദ്ദേഹം. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനായിട്ടുള്ള ബഹദൂർ സിംഗ് സാഗു അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആദിൽ സുമരിവാലയുടെ പിൻഗാമിയായാണ് ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ ഷോട്ട് പുട്ട് സ്വർണ്ണ ജേതാവ് ബഹദൂർ സിംഗ് സാഗു ചുമതലയേൽക്കുന്നത്. അഞ്ജു ബോബി ജോർജ് സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. അവിടുത്തെ സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. സന്ദീപ് മേത്തയാണ് AFI സെക്രട്ടറി. മുൻ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ജ്യോതിർമയ് സിക്ദറിനെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വാട്ട് വിൽ ബിക്കം ദ വേഴ്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ അമേരിക്കൻ ഹിസ്റ്ററി? അതായത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറാൻ പോകുന്നത് ഏത് ദുരന്തമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം, വാർത്തകളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ്? ലോസ് ആഞ്ചലസ് വൈൽഡ് ഫയർ അല്ലെ. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന നിലയിലേക്കാണ് ലോസ് ആഞ്ചലസ് കാട്ടുതീ കഴിഞ്ഞ ആഴ്ച പടർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്കിന് പിറകിൽ അമേരിക്കയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത്. അത് സർവവും ചാരമാക്കി ആഞ്ഞു വീശിയ കാട്ടുതീ അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിനാകെയുള്ളൊരു മുന്നറിയിപ്പാണ്. ആഗോളതാപനം, അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റവും വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ ഇനിയും വൈകിക്കൂടെന്നുള്ള മുന്നറിയിപ്പാണ് അത് തരുന്നത് അല്ലെ. ആഗോളതാപനം എന്ന ആശയത്തെ അംഗീകരിക്കാത്ത, അതിനെതിരെയുള്ള രാജ്യാന്തര കൂട്ടായ്മയുടെ ഭാഗമാകാൻ വിസമ്മതിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ ഈ ദുരന്തത്തിന് പുതിയ മാനങ്ങളുണ്ട്. അതായത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ മഴയില്ലാത്തതാണ്. ഈ ലോസ് ആഞ്ചലസിൽ തീ വരാനുള്ള കാരണം എന്ന് പറയുന്നത് മഴയുടെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അതായത് അമേരിക്കയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയായിട്ടാണ് ലോസ് ആഞ്ചലസിൽ പടർന്നത്. 6 മാസത്തോളമായി മഴ പെയ്യാത്തതിനെ തുടർന്ന് പ്രദേശമാകെ ഉണങ്ങി വരേണ്ടത് ദുരന്ത വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. 30,000-ലേറെ ഏക്കറിൽ, അതായത് 145 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായ നാശനഷ്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്.
തീ പടർന്ന ഇടങ്ങളിൽ നിന്ന് 2,00,000-ലേറെ പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 1000-ലേറെ ഫയർ എഞ്ചിനുകളും 31 ഹെലികോപ്റ്ററുമായാണ് തീ അണയ്ക്കാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടത്. 10,000-ഓളം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അമേരിക്കയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള കാനഡയും മെക്സിക്കോയും അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും തീയണയ്ക്കാൻ ഉപകരണങ്ങൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചലസ് കാട്ടുതീ മൂലമുള്ള പ്രാഥമിക നഷ്ടം മാത്രം $150 ബില്യൺ. സിംഗപ്പൂർ GDPയുടെ 4/1 വരുന്ന തുകയാണിത്. സിനിമാ വ്യവസായത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്ന മേഖല ഉൾപ്പെടെ കാട്ടുതീ സംഹാര താണ്ഡവമാടിയിട്ടുണ്ട്. അവിടുത്തെ 10,000-ലേറെയെങ്കിലും കെട്ടിടങ്ങൾ കത്തിച്ചാരമായിട്ടുണ്ട്. 1,00,000-ഓളം വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളെയും വൈദ്യുതബന്ധം തകരാറിലായിട്ടുണ്ട്. 40 അടി വരെ ഉയരത്തിലാണ് തീനാളങ്ങൾ ഉയർന്നത്. നാശനഷ്ടങ്ങൾ ഏറെയുണ്ടായ പസഫിക് പാലിഡേറ്റ്സ് അമേരിക്കയിലെ ഏറ്റവും വിലപിടിച്ച വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. അവിടുത്തെ ഒരു വീടിന്റെ വില എന്ന് പറയുന്നത് $37 ലക്ഷം. $37 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 31 കോടി രൂപ. അത്രയും വിലപിടിച്ചുള്ള വീടുകളാണ് ഇപ്പോൾ കത്തിച്ചാരമായി മാറിയിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ് 5ാമത്തെ ചോദ്യം. ജനറൽ VK സിംഗ് ഹാസ് റീസെൻ്റ്ലി ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിന്റെ ഗവർണറാണ് VK സിംഗ്? ഏത് സ്റ്റേറ്റിന്റെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മിസോറാം. ഓക്കെ, ജനറൽ VK സിംഗ് ഹാസ് റീസെൻ്റ്ലി ബീൻ appointed as the new governor of മിസോറാം. മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന അർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ലൂഷായ് ഹിൽസ് എന്നാണ് പണ്ടൊക്കെ മിസോറാം അറിയപ്പെട്ടിരുന്നത്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാടാണ് മിസോറാം. പർവ്വത നിവാസികളുടെ നാട് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് മിസോറാം എന്നുള്ള വാക്കിനർത്ഥം കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. എന്തൊക്കെ പേരുകളിലാണ് മിസോറാം അറിയപ്പെട്ടിരുന്നത്? ലൂഷായ് ഹിൽസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്ന് അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പർവ്വത നിവാസികളുടെ നാട് എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ സാക്ഷരത നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇത് തന്നെയാണ്, മിസോറാം തന്നെയാണ്. വാൻ ടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. മിസോറാമിൽ കുറേ അധികം ആഘോഷങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ചപ്ചർ കുട്ട്, മിങ് കുട്ട്, പോൾ കുട്ട്, അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ കുറേ അധികം ആഘോഷങ്ങൾ മിസോറാമിൽ നടക്കാറുണ്ട്. മിസോറാമിലെ പ്രധാന ആഘോഷങ്ങൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് കുട്ട് എന്നാണ്. അതാണ് ചപ്ചർ കുട്ട്, മിം കുട്ട്, പോൾ കുട്ട്. ആഘോഷങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുട്ട് എന്നുള്ള പേരിലാണ്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മിസോറാമിലാണ്. ഏതാണ്? സർച്ചിപ്പ് എന്നാണ് ആ നഗരത്തിന്റെ പേര്. മിസോറാമിലെ ടൈഗർ റിസർവ് ആണ് ഡംബ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. മിസോറാമിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആരാണ്? ജനറൽ VK സിംഗ് ആണ് അല്ലെ. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? വക്കം പുരുഷോത്തമനാണ്. 2011 തൊട്ടിട്ട് 2014 വരെ. 2ാമത്തെ മലയാളി ആരാണ്? കുമ്മനം രാജശേഖരനാണ്. 2018 അദ്ദേഹം മിസോറാം ഗവർണറായിട്ട് നിയമിതനാകുന്നത്. അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സിറ്റി ഈസ് ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ബീങ് ഓർഗനൈസ്ഡ്? ഏത് സിറ്റിയിലാണ് ഗ്ലോബൽ എക്സ്പോ, ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഏത് സിറ്റിയിലാണെന്നാണ് ചോദ്യം. ഏതിലാണ്? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ഷീ കൊഹോർട്ട് 3.0 ഇനിഷ്യേറ്റീവ് ടു എംപവർ വുമൺ ലെഡ് സ്റ്റാർട്ടപ്പ്? ദ റൈറ്റ് ആൻസർ ഈസ് പഞ്ചാബ്. പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ഷീ കൊഹോർട്ട് 3.0 ഇനിഷ്യേറ്റീവ് ടു എംപവർ വുമൺ ലെഡ് സ്റ്റാർട്ടപ്പ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നാണ് പഞ്ചാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറുകിട വ്യവസായങ്ങളുടെ നാടാണ്. അങ്ങനെയാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു പുതിയതായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. എന്താണ്? ഷീ കൊഹോർട്ട് 3.0 അല്ലേ. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ അപ്പക്കൂട, ബ്രെഡ് ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇത്? പഞ്ചാബ് അല്ലേ. അതുപോലെ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് പഞ്ചാബാണ്. സിഖ് മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനവും പഞ്ചാബാണ്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനവും പഞ്ചാബാണ്.
നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനം അത് പഞ്ചാബാണെന്നും പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മറ്റുത്തരമേ ഉള്ളൂ, പഞ്ചാബാണ് അല്ലേ. ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ജാലിയൻവാലാ ബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ് അല്ലേ. കാഞ്ചിലി, ഹരികെ, റോപ്പർ എന്നീ തണ്ണീർത്തടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും എവിടെയാണ്? പഞ്ചാബിലാണ്. രൂപീകരിച്ച വർഷം 1956 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം ചണ്ഡീഗഡ് ആണ്. സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്കാണ്. സംസ്ഥാന പക്ഷി ഹോഷ് ഹാക്ക്. സംസ്ഥാന വൃക്ഷം ശീശം. നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഇപ്പം നമ്മൾ കൊഹോട്ടായാലും 3.0 അതെന്താണ് വിമൻ സ്റ്റാർട്ടപ്പിന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇത്, കൊഹോട്ട് 3.0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നഴ്സറി മുതൽ PhD വരെയുള്ള പഠനത്തിനായി പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. നഴ്സറി മുതൽ PhD വരെയുള്ള പഠനത്തിനായി പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പഞ്ചാബാണ്. മതഗ്രന്ഥങ്ങൾ അശുദ്ധമാക്കുന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമ ഭേദഗതി വരുത്തിയ സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ യൂത്ത് ഡേ? ആരുടെ ബർത്ത്ഡേ ആണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ആരുടെ ബർത്ത്ഡേ ആണ്, ആരുടെ ജന്മദിനമാണ് എന്നാണ് ചോദ്യം. ആരുടെ ജന്മദിനമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12 അദ്ദേഹം മരിച്ചത് 1902 ജൂലൈ 4 അദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1863 തൊട്ടിട്ട് 1902 വരെയാണ്. കൊൽക്കത്തയിലാണ് ജനിച്ചത്. ചോദ്യങ്ങൾ പലത് വരാം, ഉത്തരം ഒന്നേ ഉള്ളൂ. അതായത് ചക്രപാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ് അല്ലേ. ചക്രവാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായിട്ടുള്ള പ്രവാചകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വ്യക്തി. നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി അല്ലെ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഗോ ബാക്ക് ടു ഗീത എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി, അതായത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ. വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം ജെയ്സ് ആണ്. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം എന്നാണ്? 1892 അദ്ദേഹം കേരളം സന്ദർശിച്ചത്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. വളരെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. അങ്ങനെയാണ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, അതുപോലെ തന്നെ ജ്ഞാനയോഗ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വേർ ഈസ് ദ ഫസ്റ്റ് കോക്കോ വേൾഡ് കപ്പ് ബീയിങ് ഹെൽഡ്? എവിടെയാണ് കോക്കോ വേൾഡ് കപ്പ് എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ. ന്യൂഡൽഹിയിലാണ് കോക്കോ വേൾഡ് കപ്പ് നടന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വെൻ വിൽ ലോക്പാൽ ഡേ ബി സെലിബ്രേറ്റഡ് എവറി ഇയർ? എന്നാണ് ലോക്പാൽ ഡേ എന്നാണ് ചോദ്യം. എന്നാണ്? ജനുവരി 16 ലോക്പാൽ ഡേ. ഓക്കെ. അപ്പോൾ നമ്മൾ ജനുവരി മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചായിരുന്നു. ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ ആണെന്ന് പറഞ്ഞു അല്ലേ. ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ബ്രസീലാണെന്ന് പറഞ്ഞു. ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്? ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ് അല്ലേ ബ്രിക്സ് എന്ന് പറയുമ്പോൾ വരുന്നത്. അതിലിപ്പോൾ ഇന്തോനേഷ്യയും ഭാഗമായിട്ടുണ്ട്. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ ഇന്തോനേഷ്യയും അംഗമായിട്ടുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ ചേർന്നുള്ള G7 കൂട്ടായ്മയുടെ ബദലായിട്ട് ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഏത് വർഷമാണ് ബ്രിക്സ് രൂപീകരിച്ചത്? 2009 അല്ലേ. 2010 ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടുത്തിയ സംഘടനയിൽ ഈജിപ്ത്, ഇഥോപ്യ, ഇറാൻ, UAE എന്നിവരും ഇപ്പോൾ അംഗങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ബ്രസീലാണ് അല്ലേ. അതുപോലെ തന്നെ ജനറൽ VK സിംഗ് ഏത് സ്റ്റേറ്റിലെ ഗവർണറാണെന്നാണ് നമ്മൾ പറഞ്ഞത്? മിസോറാമിലെ ഗവർണറാണ് ആര്? ജനറൽ VK സിംഗ് എന്ന് പറയുന്നത്. അതിലെ മിസോറാമിലെ ആദ്യത്തെ മലയാളി ഗവർണർ ആരായിരുന്നു? വക്കം പുരുഷോത്തമനായിരുന്നു. രണ്ടാമത്തെ ഗവർണർ ആരായിരുന്നു?
കുമ്മനം രാജശേഖരൻ അല്ലെ. മിസോറാം ഗവർണറാകുന്ന രണ്ടാമത്തെ മലയാളിയാണ് കുമ്മനം രാജശേഖരൻ. 2018 മിസോം ഗവർണറായിട്ട് അദ്ദേഹം നിയമിതനാകുന്നത്. വക്കം പുരുഷോത്തമന്റെ കാലയളവ് എന്ന് പറയുന്നത് 2011 തൊട്ട് 2014 വരെയായിരുന്നു അല്ലെ. സംഘടന ശക്തിയും അതിന്റെ രഹസ്യം അച്ചടക്കവുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സംഘടന ശക്തിയും അതിന്റെ രഹസ്യം അച്ചടക്കവുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി ഫുട്ബോൾ കളിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ് എന്ന് പറഞ്ഞത് ആരാണ്? വിവേകമുള്ള സ്വാമി വിവേകാനന്ദനാണ് അല്ലെ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വചനങ്ങൾ? എന്തൊക്കെയാണ്? സംഘടന ശക്തിയും അതിന്റെ രഹസ്യം അച്ചടക്കവുമാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി ഫുട്ബോൾ കളിയാണ്. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലേണു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.